നമസ്കാരം. 2026 ഏപ്രിൽ തിയേറ്റർ റിലീസായ സിനിമയാണ് മധുവിധു. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരുപിടി ആളുകളുടെ മധുവിധു ആണ് ഈ സിനിമയുടെ പ്രധാന കഥാതന്തു. നമ്മുടെ ക്രൈസി സ്റ്റാറായ ഷറഫുദ്ദീൻ, ആസീസ് നെടുമങ്ങാട്, ജഗദീഷ്, സായികുമാർ എന്നിവരെ കൂടാതെ ഒരുപിടി പുതുമുഖങ്ങളോട് അഭിനയിച്ചിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ് മധുവിധു. പ്രമേയത്തോട്ട് വരികയാണെങ്കിൽ, ആനേമൂട് തറവാടിൽ സ്ത്രീകൾ വാഴില്ല എന്നൊരു ശാപം നിലനിൽക്കുന്നു എന്നാണ് സൊസൈറ്റിയിലെ പൊതുവൊരു ടോക്ക്. അവിടെ ആകെയുള്ളത് 5 ആണുങ്ങളാണ്. ഒരു മുത്തശ്ശൻ, അദ്ദേഹത്തിന് 2 ആൺമക്കൾ, അതിലെ മൂത്ത മകൻ 2 ആൺമക്കൾ, ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അവരുടേത്. അവിടെ സ്ത്രീകളില്ല, ഇവരുടെ ആരുടെയും ഭാര്യമാരില്ല. പിന്നെ ഈ പേരക്കുട്ടികൾക്കാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. ഇവർ വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം അടിച്ച് അവരുടേതായിട്ടൊരു ലോകത്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇതിലെ മൂത്ത പേരക്കുട്ടിയായ നമ്മുടെ സിനിമയിലെ നായകനായ ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന അമ്മു എന്ന കഥാപാത്രത്തിന് യാദൃശ്യമായ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്. ഷറഫുദ്ദീൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു അന്യമതക്കാരിയാണ്, അതൊരു ക്രിസ്ത്യനാണ്. ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന സായികുമാറാണ്. ഇരു മതവിഭാഗങ്ങളിലാണെങ്കിലും വിവാഹത്തിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇരു വീട്ടുകാർക്കും സമ്മതമാണ്. അങ്ങനെ മനസ്സമ്മതത്തോട് അടുക്കുന്ന സമയത്താണ് വളരെ നാടകീയമായ ചില സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതൊരു ട്വിസ്റ്റാണ്, അവിടെ വളരെ രസകരമായ ഒരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അത്രയും കാലം സ്ത്രീകളൊന്നും ഇല്ലാതിരുന്ന, സ്ത്രീജനങ്ങളെ ഇല്ലാതിരുന്ന ആനേമൂട് തറവാട്ടിൽ ഒരു പിടി സ്ത്രീകൾ കയറി വരികയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവവികാസങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. നവാഗതനായ വിഷ്ണുവിനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് 1-2 സിനിമകളെല്ലാം അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുതന്നെയാണെങ്കിലും ഈ സിനിമ ഒരു കൊച്ചു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും വളരെ കൈയടക്കത്തോടെ തന്മയത്വത്തോടു കൂടി തന്നെ ഈ സിനിമ അദ്ദേഹം ചിത്രീകരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു വലിയ സംഭവം എന്നും പറയാനില്ലെങ്കിലും ഒട്ടും ലാഗടിക്കാതെ, വലിയ ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ദുരൂഹതകളോ ഒന്നും കാണിക്കാതെ വളരെ സിമ്പിളായിട്ട് ഒരു കുഞ്ഞു തറവാട്ടിൽ, ഒരു കുഞ്ഞു വീട്ടിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ 2 കുടുംബങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫാമിലി കോമഡി എൻ്റർടൈനർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഈ സിനിമ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായിരിക്കില്ല. ഏതാണ്ടൊരു 2 മണിക്കൂറോളൊക്കെയാണ് സിനിമയുടെ രംഗം എന്ന് പറയുന്നത്. ഞാനൊക്കെ ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർത്തു. ഒട്ടും ലാഗടിക്കാതെ തന്നെ ഒറ്റ ഇരിപ്പിൽ കണ്ടു കഴിഞ്ഞൊരു സിനിമയാണത്. എന്തുതന്നെയാണെങ്കിലും തിയേറ്ററിൽ ഈ സിനിമ വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്കൊന്നും അധികം തിയേറ്ററിൽ ഈ സിനിമ കിട്ടിയില്ല. പിന്നെ പ്രൊമോഷൻ്റെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഈ സിനിമ വല്ലാതെ ശ്രദ്ധ നേടിയില്ല. അപ്പോൾ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ കഴിയായിരുന്നവർക്ക് ഇപ്പോൾ അത് OTT റിലീസായിട്ടുണ്ട്. സോണി ലൈവിലാണ് സിനിമയുള്ളത്, കാണാവുന്നതാണ്. ഫാമിലിയോട് ഇരുന്ന് കാണാവുന്നതാണ്. ഒട്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അശ്ലീലങ്ങളോ ആഭാസങ്ങളോ യാതൊന്നുമില്ലാത്ത ഒരു കുടുംബത്തോടു കൂടി ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് മധുവിധു എന്ന് പറയുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അഭിപ്രായങ്ങൾ കുറിക്കുക. കാണാത്തതുകൊണ്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കുറിക്കുക. ഇനിയും ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാത്ത, യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും അത് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കണ്ടന്റാക്കുന്ന ഒരു പേജ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റേത്. സിനിമ, രാഷ്ട്രീയം, മതം, അങ്ങനെ സാമൂഹികമായ എല്ലാ വിഷയങ്ങളും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും വീക്ഷണവും എല്ലാം സംവദിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് യോജിക്കാം, വിയോജിക്കാം, അതെന്ത് തന്നെയാണെങ്കിലും താഴെ അഭിപ്രായങ്ങളായിട്ട് കുറിക്കുക. ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളോട് എത്തിക്കുക. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.